രാഹുൽ, കേരളത്തിന്റെ കടപ്രതിസന്ധി, ധനപ്രതിസന്ധി നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ സംസ്ഥാന ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കടബാധ്യത എന്ന് പറയുന്നത് താങ്ങാനാകുന്ന കടബാധ്യതയാണ് എന്നാണ്. അപ്പോൾ കടബാധ്യത ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. ആർക്ക് താങ്ങാം എന്ന് അദ്ദേഹം പറയുന്നില്ല. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജനിച്ചു വീഴുന്ന കുട്ടി പോലും കടത്തിലാണ് ജനിച്ചു വീഴുന്നത്, കടമോടെയാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ താങ്ങാവുന്ന കടബാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? താങ്ങാവുന്ന കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ RBI അനുവദിച്ചിട്ടുള്ള കടം, അതാണ് സർക്കാർ പറയുന്നത് താങ്ങാവുന്ന കടബാധ്യത എന്ന് പറയുന്നത്. കടമെടുക്കാതെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കടമെടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കൂ. പക്ഷെ ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് ഈ കടമെടുത്തിട്ട് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് സർക്കാർ ഉത്തരം തരാത്തത്. സർക്കാരിന്റെ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും സർക്കാരിന്റെ ഇപ്പോൾ 5 വർഷമാണല്ലോ സർക്കാർ ഭരിക്കുന്നത്. ഓരോ വർഷവും സർക്കാരിന്റെ ഓരോ വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടാനുകോടി രൂപ എടുത്തിട്ടാണ് സർക്കാർ ദൂർത്തടിക്കുന്നത്. ഈ ദൂർത്തുകൾ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു. നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ടി 1 കോടി രൂപ മുതൽ മുടക്കി ഒരു ബസ് വാങ്ങുന്നു, എന്നിട്ട് അത് മ്യൂസിയമായി ആൾക്കാർ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബസ് കട്ടപ്പുറത്തിരിക്കും നമ്മൾ കണ്ടു. പിന്നീട് അത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും പിന്നീട് അത് കട്ടപ്പുറത്താകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷം അതിദരിദ്ര നിർമ്മാർജ്ജന എന്ന് പറഞ്ഞ അതിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. 5 രൂപയുടെ ജോലി ചെയ്തിട്ട് 1000 രൂപയുടെ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്, വികസനം നടക്കുന്നില്ല, എന്നാൽ മാർക്കറ്റിംഗ് മാത്രം. ഇതിനകത്ത് വരവ് നടക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. കടമെടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ കടമടയ്ക്കാനുള്ള വഴി കൂടെ കണ്ടെത്തിയിട്ട് വേണം കടമെടുക്കാൻ. ഇപ്പോൾ ഒരു വികസന പ്രവർത്തനം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ എന്താണ് സർക്കാർ ചെയ്യുന്നത്? 50 കോടിയുടെ പദ്ധതി ആണെങ്കിൽ 500 കോടി മുടക്കിയായിരിക്കും ആ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ബാക്കി പൈസ സംസ്ഥാന സർക്കാരിന് നഷ്ടമാണ്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമാണ്. അവസാനം എന്താണ്? ഇവിടുത്തെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ സർക്കാർ പെടാപ്പാട് പെടുന്നത് നമ്മൾ കാണണം. എന്നിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആരാണ്? നമ്മളാണ്. ഒരിടക്കാലത്ത് വെച്ചിട്ട് സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാതെ 6 മാസം 8 മാസവും സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റം പറയുന്ന ആളുകളാ. 18 മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ആളുകളാണ്. ഇന്ന് കേരളത്തിൽ പെൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നോർമലായിട്ട് മാറിയത് ആരുടെ സർക്കാരിന്റെ കാലത്താണ്? പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഇത്രയും കടബാധ്യതകൾക്കിടയിലും പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷമായിരിക്കില്ല ഭരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതായത് ധനമന്ത്രി തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇത് വലിയ സ്വപ്ന ബഡ്ജറ്റ് ഒന്നുമല്ല. അപ്പോൾ സ്വപ്ന ബഡ്ജറ്റ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ മാറ്റിവെക്കാനും സർക്കാരിൻ്റെ ഈ നയാ പൈസയില്ല. പിന്നെ ഉള്ള പൈസ കൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഗിമിക്കൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കണം. ഇപ്പോൾ അടുത്ത സർക്കാർ വരികയാണ്. അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരാണ് ഈ പദ്ധതികൾ നടപ്പാക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ വലിയ ബഡ്ജറ്റുകൾ ഓരോ സർക്കാരുകളും പറഞ്ഞിട്ട് പോകും. പിന്നീട് വരുന്ന സർക്കാരിന് അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും തോമസ് ഐസക് ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഈ അടുത്ത സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള പദ്ധതികൾ പ്രകാരമാണെങ്കിൽ ആകെ കിഫ്ബി മാത്രമാണ് അദ്ദേഹം കൊണ്ടുവന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. കിഫ്ബി കാരണം കുറച്ച് റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള കടബാധ്യത എന്ന് പറയുന്നത് വലിയൊരു കടമാണ്. അതായത് സർക്കാരിന് ലഭിക്കുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശയ്ക്കാണ് കിഫ്ബിയിൽ നിന്നാണെങ്കിൽ പോലും ലോൺ എടുത്തിട്ടുള്ളത്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എത്ര സ്ഥാപനങ്ങളാണ് രക്ഷപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് കടം കൊടുക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി കഥകളൊക്കെ അതിൻ്റെ പുറകെ അപ്പോൾ പിണറായി വിജയൻ്റെ വാലിന്തുമ്പിൽ കിടക്കുന്നുണ്ട് എങ്കിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ കാരണം രക്ഷപ്പെട്ട കമ്പനികളും ഉണ്ട്. ഇപ്പോൾ കരിമണൽ കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും പല വമ്പന്മാരും അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് കൊണ്ട് സർക്കാർ പല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സർക്കാർ എന്നാണ് പറയുന്നത് പാവപ്പെട്ടവരുടെ ബഡ്ജറ്റാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ പൈസ നീക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആശാ വർക്കർമാർക്ക്, അതേപോലെ അംഗൻവാടി ഹെൽപ്പർമാർക്ക്, അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് പൈസ
അത്യാവശ്യം കൂട്ടുന്നുണ്ട്. പക്ഷേ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ ഈ വന്ന 5 കൊല്ലം ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർ നടത്തിയ സമരത്തിനൊരു വിലയുമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അന്ന് സർക്കാരിന് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ ഇത് പരിഹരിക്കാം, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഒറ്റ വാക്ക് മതിയായിരുന്നു. ആശാ വർക്കർമാർ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലായിരുന്നു. ഇവിടുത്തെ അംഗൻവാടി ഹെൽപ്പർമാര്, അതേപോലെ തന്നെ സാധാരണപ്പെട്ട മനുഷ്യര് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. സർക്കാർ ഒപ്പമുണ്ട്, നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പരിഗണിക്കും എന്നുള്ള ഒറ്റ വാക്ക് മാത്രം മതിയായിരുന്നു. അന്ന് എന്തായിരുന്നു സർക്കാർ കാണിച്ചത്? ധാർഷ്ട്യം മാത്രം. നീയൊക്കെ വേണമെങ്കിൽ സമരം ചെയ്യുമെന്ന് വാങ്ങിക്കാൻ നോക്ക്. അവസാനം ഇലക്ഷൻ അടുക്കാറായപ്പോഴത്തേക്കും എന്താണ്? പാവപ്പെട്ടവരുടെ സർക്കാർ, പണം വാരിയെറിയുന്ന സർക്കാർ, സാധാരണപ്പെട്ടവന് പെൻഷൻ കാശ് 2500 ആക്കാൻ പോകുന്ന സർക്കാർ. ഇനി വരാൻ പോകുന്ന PR എന്ന് പറയുന്നത് പിണറായി വിജയനെ പോലെ മറ്റൊരു സങ്കല്പമില്ല എന്നുള്ള രീതിയിലേക്കായിരിക്കും അടുത്ത PR വർക്ക് വരാൻ പോകുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്ന ജനകീയ സർക്കാരിന്റെ ജനകീയ മുഖം, അതാണ് ഈ ബഡ്ജറ്റ് എന്നായിരിക്കും ഇനി വരാൻ പോകുന്നത്. പക്ഷേ യഥാർത്ഥം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള ബഡ്ജറ്റിംഗ്, അതായത് വലിയ പദ്ധതികൾ, ആ പദ്ധതികളൊന്നും ഇല്ല. ഒരു പദ്ധതിയും ഇല്ലാത്ത കൊറോണ സമയത്ത് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയതുപോലെ പെൻഷൻ കൊടുത്തും സാലറി കൊടുത്തും വോട്ട് വാങ്ങിക്കാമെന്നുള്ള സർക്കാരിന്റെ വെറും അതിമോഹം മാത്രമാണ് ഈ ബഡ്ജറ്റ്.